ഞാനിതാ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നാരായണൻ, മുരളി, രാജേഷ്, ഓക്കെ. ഈ പ്രാവശ്യത്തെ പായസത്തിനുള്ള പിരിവിന് എന്നെ കണ്ടില്ല. ഞങ്ങള് ഇപ്രാവശ്യം ഒന്നേ മാറ്റി പിടിച്ച പരിപാടി. എന്താ പരിപാടി? നാളെയും മറ്റന്നാളും കൂടി ആയിട്ട് നമ്മൾ ഈ ചുറ്റുവട്ടത്ത് ഒരു 10-15 പോത്തിനെയാണ് ഇറക്കണത്. നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ നാട്ടിലെ അവസ്ഥ, മയോണ്ട് മയായിരുന്നു കുറേ ദിവസം. അപ്പൊ ഈ മയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത കുമാരേട്ടനെ പോലത്തെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ല അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അവർക്കൊക്കെ നമ്മള് ഒരു 1-2 കിലോ ചിക്കന് കൊണ്ടു കൊടുക്കാന്നാണ് വിചാരിക്കണത്. എടാ അതൊരു നല്ല കാര്യമാണ്. ഉദയത്തിന്റെ ഇറച്ചിയൊന്നും ഓർക്കൊന്നും ആരും ഇപ്പൊ കൊണ്ടു കൊടുക്കൂലല്ലോ. നമ്മളിങ്ങനെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ഈ 1-2 ദിവസം ഈ കുട്ടികളുടെ മുന്നിൽ കൂടി ഈ ഇറച്ചിപ്പൊതിയായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്കതൊരു വിഷമം ഉണ്ടാവൂലേ? നായിക്ക് ഇന്റെ വക ഇത് വെച്ചോ. കേട്ടോ, നല്ല സന്തോഷം. ഒക്കെ റെഡി ആയില്ലടാ? ഒക്കെ റെഡി. അപ്പൊ റാഫിയ ഓക്കെ, ബില്ല് പെരുന്നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ രാജേട്ടാ. എന്താ നേരത്തെ? ഇത് കുറച്ച് ചിക്കനാണ്, നമ്മളെ ക്ലബിന്റെ വകയാണ്. പിന്നെ ഇത് പെരുന്നാൾ പൈസ, ഇതും കൂടെ വെക്കി. പിന്നെ നമ്മളെ സരോജിനേട്ടത്തിന്റെ വീട്ടിൽ വില ഇതിലോട്ട് കടന്നൂടെ? പോവാ. സാഹചര്യത്തില് ഇത് എനിക്ക് കൊണ്ടുതന്നു വളരെ സന്തോഷമായിടാ, ഭയങ്കര സന്തോഷം. ആയിക്കോട്ടെ. എന്താ അല്ല എന്തായിട്ട് ഇത്? അല്ല ഇത് എന്റെ മേലെ അല്ല, ഞാൻ ആകെ വേർത്തുകയാണ്. ഞാനൊന്നും കുഴപ്പമില്ല. ഈദ് മുബാറക്. ഈദ് മുബാറക്.